Hello students, welcome back to Bosco Campus Vision. In the last session, we discussed about the various types of e-commerce based on the parties involved. In this session, we will look into the various type based on the technology involved. So based on the technology involved, there are mainly 5 types of e-commerce. First one is mobile commerce or m-commerce, Facebook commerce, traditional e-commerce, digital commerce or d-commerce, and partial e-commerce. Coming to the first one, we have mobile commerce or m-commerce. Mobile commerce is defined as the process of buying and selling of goods and services. Wireless digital devices such as mobile phones, personal digital assistants, and palm tops enable transactions on the web. സോ മൊബൈൽസും PDAസും അതുപോലെ തന്നെ പാം ടോപ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ഗുഡ്സും സർവീസസും വാങ്ങുന്നതിനെയാണ് നമ്മൾ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു വയർലെസ് ഡിജിറ്റൽ ഡിവൈസ് വഴി ഗുഡ്സും സർവീസസും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. ദ ബിഗസ്റ്റ് ബെനിഫിറ്റ് ഓഫ് എം കൊമേഴ്സ് ഇസ് ദാറ്റ് ദ ടെർമിനൽ ഇസ് പോർട്ടബിൾ. നമ്മൾ സിസ്റ്റം ഉപയോഗിച്ച് ഓൺലൈനായി സാധനം വാങ്ങുന്നത് പോലെ ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യണമെന്നില്ല. മൊബൈൽ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വയർലെസ് ഡിജിറ്റൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടന്നുകൊണ്ടോ അല്ലെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വാങ്ങാവുന്നതാണ്. സോ ഇതിൻ്റെ പോർട്ടബിലിറ്റി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ഫേസ്ബുക്ക് കൊമേഴ്സ് ഓർ എഫ് കൊമേഴ്സ്. In e-commerce terminology, Facebook commerce or F-commerce is a strategy that focuses on developing or designing e-commerce content and storefront sites within the Facebook social networking site. So, most of us have a Facebook account and all of us are familiar with the word Facebook, which is a social networking site. സോ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഓരോ കമ്പനീസ് അവരുടെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റും അവർക്കുള്ള സെയിൽസ് നടത്താനുള്ള ഓരോ ഓപ്ഷൻസ് ഒക്കെ അതിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മെയിൻലി ക്ലോത്ത്സും ഫുഡ് വെയർസും കോസ്മെറ്റിക്സും ഒക്കെയാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് പേജിലെ അഡ്വർടൈസ്മെൻറ്റുകളിൽ കണ്ടിട്ടുള്ളത്. സോ ആ കാണുന്ന അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ കമ്പനിയുടെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. നമുക്കങ്ങനെ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമുക്ക് പ്രോഡക്ട്സ് വാങ്ങാവുന്നതാണ്. So from the viewpoint of companies, F-commerce can take form of shopping tabs which are part of a customized Facebook application that enable online retailers to publish a Facebook storefront. Another form of F-commerce are third-party Facebook shopping applications that establish virtual storefronts for companies within Facebook. So രണ്ട് രീതിയിലാണ് ഫേസ്ബുക്ക് ഉപയോഗിച്ച് കമ്പനീസിന് ഇ കോമേഴ്സ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് അവർക്ക് ഷോപ്പിംഗ് ടാബ്സ് ക്രിയേറ്റ് ചെയ്ത് ആ കമ്പനിയുടെ ഒരു സ്റ്റോർ ഫ്രണ്ട് മോഡൽ ഫേസ്ബുക്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ സഹായത്തോടു കൂടി ഫേസ്ബുക്കിൽ തന്നെ ഒരു സെപ്പറേറ്റ് പേജ് തുടങ്ങിയിട്ട് അവർക്ക് അങ്ങനെയും ഇ കോമേഴ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ 2 ways by which a company can conduct e-commerce through a Facebook page. The main disadvantage of this F-commerce is that the quality of the product is not assured. പല കേസിലും COD ഓപ്ഷൻസ് അവൈലബിൾ ആവാറില്ല. നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷമായിരിക്കും മാത്രമാണ് നമ്മുടെ പ്രോഡക്ട്സ് ഓർഡർ ആയപ്പെടുന്നത്. And the quality of the product is not at all assured in case of a Facebook commerce. So this is all about a Facebook commerce or F-commerce. Next we have traditional e-commerce. When the products or services are physical, the process of the transaction is physical and the delivery agent is physical, we call it as traditional e-commerce. സോ ഇവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഫിസിക്കലാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു ഇ കോമേഴ്സ് എന്ന് പറയാൻ സാധിക്കുന്നത്? ഇ കോമേഴ്സിലെല്ലാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ദെയർ ഇസ് നോ ഫിസിക്കൽ കോണ്ടാക്ട്. ബട്ട് ഈ ഒരു ടൈപ്പിനെ നമ്മൾ ട്രഡീഷണൽ ഇ കോമേഴ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എവിടെയാണ് ടെക്നോളജി ഇൻവോൾവ് ആകുന്നതെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് നോക്കാം. എ ഷോപ്പ് സ്റ്റോക്സ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇൻ എ വെൻഡിംഗ് മെഷീൻ. It can be taken away by the customers paying it by swiping their debit card or credit card. യെസ്, ഇവിടാണ് ടെക്നോളജിയുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. കൊമേഴ്സ് ട്രഡീഷണൽ കൊമേഴ്സ് ആണെങ്കിലും, അതായത് അവരുടെ
സെല്ലിംഗ് സ്റ്റൈൽ ഫിസിക്കലി ആണെങ്കിലും അവിടെ ഒരു ടെക്നോളജിയുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് നടക്കുന്നത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും സ്വൈപ്പ് ചെയ്യുന്നത് വഴിയാണ്. So we can say that traditional e-commerce is a type of e-commerce based on the technology involved. Next we have digital commerce. Digital commerce is also known as d-commerce or pure e-commerce. So d-commerce primarily refers to the activity of buying and selling goods and services through digital channels. So digital channels വഴി ഗുഡ്സ് ബൈ ചെയ്യും സെല്ല് ചെയ്യും ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഡി-കൊമേഴ്സ് എന്ന് പറയുന്നത്. കമ്പനീസ് ദാറ്റ് സെൽ ന്യൂസ്, ഡോക്യുമെന്റ്സ്, ഇ-ബുക്സ്, മ്യൂസിക്സ്, വീഡിയോസ്, സോഫ്റ്റ്വെയർ ഓർ എനി അതർ കണ്ടന്റ് ദാറ്റ് ക്യാൻ ബി ഡെലിവേർഡ് ഡിജിറ്റലി ഓൺ ദ വെബ്. സോ ഓൺലൈനായിട്ട് ന്യൂസും ഇ-ബുക്സും മ്യൂസിക്കും വീഡിയോസും സോഫ്റ്റ്വെയറും ഒക്കെ അവൈലബിൾ ആക്കുന്ന കമ്പനീസാണ് ഈ ഡി-കൊമേഴ്സ് കാറ്റഗറിയിൽ വരുന്നത്. And the main point here to be noticed is that here products, transaction, delivery agent all are digital, hence we call it digital commerce. So ഇവിടെ ഡിജിറ്റൽ കൊമേഴ്സിൽ പ്രോഡക്ട്സും ട്രാൻസാക്ഷനും ഡെലിവറി ഏജൻറ്റും എല്ലാം തന്നെ ഡിജിറ്റലാണ്. ഒരു തരത്തിലുള്ളൊരു ഫിസിക്കൽ കോണ്ടാക്റ്റും തന്നെ ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ഡിജിറ്റൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. So iTunes and HMV are the main examples of digital commerce or pure e-commerce. Next we have partial e-commerce. Partial a wordil thanundu, which means it is not fully digitalized. So when two or more dimensions of the transactions are physical, we call it partial e-commerce. സോ ഒരു ട്രാൻസാക്ഷനിൽ രണ്ടോ അതിൽ കൂടുതലോ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആകുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഇ കൊമേഴ്സ് ഇസ് എ മിക്സ് ഓഫ് ബോത്ത് ട്രഡീഷണൽ ഓർ ഫിസിക്കൽ ആസ് വെൽ ആസ് ഡിജിറ്റൽ കൊമേഴ്സ്. സോ വി ക്യാൻ ലുക്ക് ഇൻ ടു എൻ എക്സാമ്പിൾ ഓഫ് പാർഷ്യൽ ഇ കൊമേഴ്സ്. In case of Amazon.com, the products are physical and the delivery agent is physical, but the process is digital. യെസ്, നമ്മൾ ആമസോണിൽ ഓൺലൈനായിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഫിസിക്കലാണ്. നമുക്ക് ആ പ്രോഡക്റ്റ് എത്തിച്ചു തരുന്ന ഏജൻറ്റും ഫിസിക്കലിയാണ് നമുക്കത് എത്തിച്ചു തരുന്നത്. സോ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഫിസിക്കലി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ഡി കൊമേഴ്സിൽ ഫുള്ളി ഡിജിറ്റലായിട്ടാണ് എല്ലാ പ്രോസസ്സും നടക്കുന്നത്. അതേസമയം ഇവിടെ പാർഷ്യലായിട്ടാണ് ഡിജിറ്റലും ഫിസിക്കലും നടക്കുന്നത്. സോ നമുക്ക് ഇതിനെ ഒരു പാർഷ്യൽ ഇ കൊമേഴ്സ് എന്ന് പറയാം. സോ ആൻ ഇ കൊമേഴ്സ് വിച്ച് ഇൻവോൾവ്സ് ബോത്ത് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഡിജിറ്റൽ ആൻഡ് as well as physical is known as partial e commerce. In this session we discussed the various types of e-commerce based on the technology involved. So we have completed the topic types of e-commerce both on the basis of parties involved as well as on the basis of technology involved. Hope all are clear with the topic. Thank you.